ജീവിതത്തിൽ ഭയം എന്നത് അവൻ്റെ കൂടപ്പിറപ്പാണ്. പലതിനെയും ഭയപ്പെടുന്ന അവർ ചിലതൊക്കെ ആവശ്യമില്ലാതെയാണ് പേടിക്കുന്നത്. ചില അത്യാവശ്യ കാര്യങ്ങളെ ഒരു ഭയം ആവശ്യമാണ്. എന്നാൽ ചിലത് ഒഴിച്ചുകൂടാനാവാത്ത ചില ഭയം മനുഷ്യന് വേണം. എൻ്റെ പരലോകം എന്താകും? ഞാൻ നരകാവകാശിയാകുമോ? ഭയം വേണം മനുഷ്യൻ. അതോടൊപ്പം തന്നെ ഞാൻ ഒരുപാട് സൽക്കർമ്മങ്ങൾ ചെയ്യുന്നു, ഞാൻ ഈ ചെയ്യുന്ന കർമ്മങ്ങളൊക്കെ അല്ലാഹു സ്വീകരിക്കില്ലേ എന്ന ഭയം മനുഷ്യന് വേണം. ഞാനൊരു പാപത്തിന്റെ മുമ്പിൽ അകപ്പെടുമ്പോൾ മനുഷ്യന് വേണം, പടച്ച റബ്ബ് ഇത് കാണൂലേ, എൻ്റെ അള്ളാഹുവിനെ എനിക്ക് ഭയമുണ്ടാകണം. വിശുദ്ധ ഖുർആനിലെ സൂറത്ത് മുഅ്മിനൂനിന്റെ 57-ാമത്തെ ആയത്ത് മുതൽ വിശദീകരിക്കുന്ന ഒരു ഭാഗം കാണാൻ സാധിക്കും. സത്യവിശ്വാസികളായ മുഅ്മിനീങ്ങൾ, അവർക്ക് ചില പൊതുവായ ഗുണങ്ങളുണ്ട്. അവര് റബ്ബിനെ നന്നായി പേടിക്കുന്നവരാണ്. അവർ അള്ളാഹുവിൽ പങ്കു ചേർക്കാത്തവരാണ്. എന്നിട്ട് അവരെ പറ്റി പറയാണ്, വല്ലദീന യുഅ്തൂന മാ ആതൗ, പടച്ചവൻ അവർക്ക് കൊടുത്ത സമ്പത്തിൽ നിന്ന് നല്ലൊരു വിഹിതം മറ്റുള്ളവർക്ക് വേണ്ടി സഹായിക്കാൻ സ്വതക്ക ചെയ്യുന്നവരാണ്. വഖുലൂബുഹും വജിലതുൻ അന്നഹും ഇലാ റബ്ബിഹിം റാജിഊൻ, അവര് പടച്ച റബ്ബിലേക്ക് മടങ്ങേണ്ടവരാണ് എന്ന ഭയത്താൽ ഹൃദയങ്ങൾ നുറങ്ങുന്ന വേദനയിലാണവർ. പടച്ചവനെ കണ്ടുമുട്ടണം, എൻ്റെ കർമ്മങ്ങളെല്ലാം സ്വീകരിച്ച് റബ്ബിന്റെ മുമ്പിൽ ഞാൻ എത്തി വിജയിക്കണമെന്ന് ഭയത്തോടെ ജീവിക്കുന്നവരാണ്. ഈ ആയത്ത് വിശദീകരിച്ചുകൊണ്ട് പറയുന്ന ചില ഹദീസുകളിൽ കാണാൻ സാധിക്കും. ആയിഷ റളിയല്ലാഹു അൻഹയുള്ള മഹദികളൊക്കെ ചോദിക്കുന്നുണ്ട്, നബിയെ, നല്ലവരായ വിശ്വാസികളായ ഈ ആളുകളൊക്കെ നമസ്കരിച്ചിട്ട് നോമ്പ് നോറ്റിട്ട് പിന്നെ എന്തിനാണ് ഇത്ര ഭയപ്പെടുന്നത്? നബി തങ്ങൾ കൊടുത്ത മറുപടി, വഹും യഖാഫൂന അല്ലാ യുഖബല മിൻഹും, അവർ പേടിക്കുന്നത് ഒരുപാട് സൽക്കർമ്മങ്ങൾ ചെയ്തിട്ട് പോലും അത് സ്വീകരിക്കൂലേ എന്ന പേടിയാണ് അവർക്ക്. റജബിലും ശഅബാനിലും റമദാനിലും ശവ്വാലിലും ഒക്കെ നമുക്ക് പുണ്യങ്ങൾ ചെയ്യാനുണ്ട്. അതൊക്കെ ചെയ്യുമ്പോഴും ചെയ്യാതിരിക്കുമ്പോഴും നമുക്കൊരു ഭയം വേണം. പടച്ച റബ്ബിന്റെ മുമ്പിൽ ഞാൻ ഒന്നും ചെയ്യാതെ പോയാൽ എനിക്കെന്ത് കിട്ടും? എല്ലാം ചെയ്യുമ്പോഴും ഓർമ്മ വേണം, പടച്ചോനെ ഇത് കബൂലായില്ലെങ്കിൽ എനിക്ക് എന്ത് കിട്ടും? ഞാൻ എന്തായിരിക്കും അനുഭവിക്കുക എന്ന്. അതുകൊണ്ട് നോമ്പ് നോറ്റിട്ടും സ്വതക്ക ചെയ്തിട്ടും നമസ്കരിച്ചിട്ടും ഒക്കെ സ്വീകരിക്കൂലേ എന്ന ഭയം നമ്മുടെ മുൻഗാമികൾക്കെല്ലാം ഉണ്ടായിരുന്നു. മുഅ്മിനീങ്ങളായ മനുഷ്യൻ മനസ്സിലാക്കണം, അല്ലാഹു ഒരിക്കലും ഒരാളുടെ കാര്യത്തിൽ അനീതി ഒരിക്കലും അല്ലാഹു ചെയ്യില്ല. നമ്മളൊക്കെ ചെയ്തിട്ട് വെറുതെ ഒരു കാരണവുമില്ലാതെ നമ്മുടെ കർമ്മങ്ങളെ അല്ലാഹു മാറ്റൂല. ഒരാളോടും അരപ്പൊട്ട് അനീതി അള്ളാന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാവില്ല. ധൈര്യമായിട്ടിരിക്കാം. ഖുർആൻ പഠിപ്പിക്കുന്നു, സൂറത്തു നിസാഇന്റെ 70-ാമത്തെ ആയത്ത്, ഇന്നല്ലാഹ ലാ യദ്ലിമു മിസ്ഖാല ദർറ, ഒരു അണുമണി തൂക്കം അനീതി അള്ളാഹു മനുഷ്യരോട് ചെയ്യില്ല. അവന്റെ കർമ്മങ്ങൾക്ക് അനുസരിച്ചുള്ള പ്രതിഫലം ഉണ്ടാകും. ചെയ്ത ശിക്ഷ, കിട്ടേണ്ട കാര്യങ്ങൾ ഉണ്ടെങ്കിൽ അതിന് ശിക്ഷ തന്നെ ഉണ്ടാകും. ഇന്നഹു മൻ യത്തഖി വയസ്ബിർ ഫഇന്നല്ലാഹ ലാ യുളീഉ അജ്റൽ മുഹ്സിനീൻ. സൂറത്ത് യൂസുഫിന്റെ 90-ാമത്തെ ആയത്ത്, ആരെങ്കിലും അല്ലാഹുവിൽ നല്ല തഖ്വയിൽ ജീവിച്ച് ക്ഷമയോടെ ജീവിതം കൊണ്ടു നീക്കിയാൽ ഫഇന്നല്ലാഹ, തീർച്ചയായും അല്ലാഹു, ലാ യുളീഉ അജ്റൽ മുഹ്സിനീൻ, സുകൃതവാന്മാരുടെ കർമ്മങ്ങളെ അല്ലാഹു നശിപ്പിക്കൂല. മുഹ്സിനായി അല്ലാഹുവിൽ തഖ്വയോടെ ക്ഷമയോടെ സുകൃതം ചെയ്യുന്നവരുടെ കർമ്മങ്ങളൊന്നും അല്ലാഹു നശിപ്പിക്കൂല. മഹാരഥന്മാരായ നമ്മുടെ മുൻഗാമികൾ ആയത്തും ഹദീസൊക്കെ നേർക്ക് നേരെ പഠിച്ചവരാരായിരുന്നു? സ്വഹാബത്താണ്. സലഫുകൾ എന്നവരെ വിശേഷിപ്പിക്കാം. ആ സലഫുകളുടെ ചരിത്രം പറയുന്ന ഒരു രംഗം കാണാൻ സാധിക്കും. ഇബ്നു അബീ മുലൈക റഹിമഹുല്ലാ താബിഈ പണ്ഡിതനാണ്, ഹദീസ് പണ്ഡിതനാണ്, ത്വായിഫിൽ ഖാദിയായി സേവനമനുഷ്ഠിച്ചയാളാണ്. ഹിജറ 117 മരിക്കുന്നത്. ചരിത്രങ്ങൾ പറയുന്നത് 80 വയസ്സ് വരെ ജീവിക്കാൻ ഭാഗ്യം ലഭിച്ചൊരു മനുഷ്യനാണ്. അദ്ദേഹം പറയാണ്, മാ അദ്റക്തു സലാസീനം മിൻ അസ്ഹാബി റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അദ്ദേഹം സഹാബിയല്ല,
പക്ഷേ ഞാൻ 30ഓളം വരുന്ന സ്വഹാബിമാരെ കണ്ട് നേർക്ക് നേരെ ചെന്ന് ദീന് പഠിച്ചിട്ടുണ്ട്, ഞാൻ കണ്ടുമുട്ടിയിട്ടുണ്ട്, ഞാൻ സംസാരിച്ചിട്ടുണ്ട്. കുല്ലുഹും യഖാഫൂന നിഫാഖ അലാ നഫ്സിഹി. ആ സ്വഹാബിമാര് അവരുടെ കാര്യത്തിൽ നിഫാഖ് പേടിച്ചവരായിരുന്നു. നിഫാഖ് എന്ന് പറഞ്ഞ കർമ്മം സ്വീകരിക്കാൻ പാടില്ലാത്ത ഒരു വിഭാഗമാണ് കപട വിശ്വാസികൾ. പുറംപോക്ക്, അല്ലെങ്കിൽ ശരിയായ രൂപത്തിൽ പുറത്ത് കാണിക്കുന്ന വേറെ ഒന്നും അകത്ത് കാണിക്കുന്നത് മറ്റൊരു വിശ്വാസം കയറുന്നവർ. സ്വഹാബിമാർക്ക് പോലും പേടിയാണ്, ഞാനെങ്ങാനും മുനാഫിക്കായിട്ടുണ്ടോ? സഹോദരങ്ങളെ, അല്ലാഹുവിന്റെ ദുനിയാവിൽ ജീവിച്ചുകൊണ്ട് നമ്മൾ മുന്നോട്ട് പോകുമ്പോൾ ഖുർആൻ നമ്മളോട് പറയാണ് ചില കാര്യങ്ങളെ ശ്രദ്ധിക്കണം. അത് സംഭവിച്ചാൽ നമ്മുടെ ജുമുഅ വെറുതെയാണ്, നിസ്കാരം വെറുതെയാണ്, നോമ്പ് വെറുതെയാണ്, എന്തൊക്കെ ചെയ്തു കൂട്ടിയാലും നിഷ്ഫലമാണ്. നമ്മൾ ആരും പറഞ്ഞതല്ല, ഖുർആനിലൂടെ കാണാം. ശിർക്ക് ചെയ്താൽ പിന്നെ ആ മനുഷ്യന് എന്ത് നല്ല ക്വാളിറ്റി ഉണ്ടെന്ന് പറഞ്ഞാലും വെറുതെയാണ്. നബിയോടാണ് ഖുർആൻ പറയുന്നത്, നബിയേ, താങ്കളെങ്ങാനും ശിർക്ക് ചെയ്താൽ, അള്ളാഹുവിൽ പങ്കുചേർത്താൽ, അള്ളാഹുവിന് നൽകേണ്ട ഇബാദത്ത് വേറെ ഏതെങ്കിലും ഒരു വ്യക്തിക്ക്, ശക്തിക്ക് കൊടുത്താൽ, ലയഹ്ബതന്ന അമലുക, താങ്കളുടെ അമലെല്ലാം നശിപ്പിച്ച് കളയുന്നതാണ്. അതിനേക്കാൾ ഇനി വേറെ ഒരു മഹത്തരമായ സൃഷ്ടിയില്ലല്ലോ. ആ പ്രവാചകനോട് പോലെയാണ് പറയുന്നത്. കർമ്മങ്ങളോട് പോകും. മുശ്രിക്കീങ്ങളുടെ സ്വഭാവം വിശദീകരിച്ച് സൂറത്ത് തൗബയിൽ ഇങ്ങനെ പറയുന്ന രംഗം കാണാം. ഉലൈക ഹബിതത് അഅമാലുഹും, അവരുടെ കർമ്മങ്ങളെല്ലാം നശിപ്പിക്കുന്നതാണ്, ബാത്തിലാക്കുന്നതാണ്. നല്ല സ്വഭാവമൊക്കെ ഉണ്ടാവും ചിലപ്പോ. അവർ നല്ല ചില മനുഷ്യന്മാരൊക്കെ ഉണ്ടാവും, നല്ല ഗുണങ്ങളുള്ളവരുണ്ടാവും, നന്നായി ധർമ്മം ചെയ്യുന്ന ആളുകളൊക്കെ ഉണ്ടാവും. ഒന്നും കാര്യമില്ല, അവർ നിഷ്ഫലമായ കർമ്മത്തിന്റെ ഉടമകളാണ്. വഫിന്നാരിഹും ഖാലിദൂൻ, അവർ നരകത്തിലെ ശാശ്വതരായി ജീവിക്കുന്ന നരകത്തിന്റെ വിറകുകളാണ്. ഇത് ഖുർആൻ നമ്മളെ പഠിപ്പിക്കുകയാണ്. അടുത്ത് നോക്കൂ നിങ്ങൾ, മുർത്തദ്ദായി പോയവര് എത്ര നല്ല കർമ്മം ചെയ്താലും നിഷ്ഫലമാകും. ആരാ മുർത്തദ്? മനസ്സിലായില്ല? പെട്ടെന്ന് മനസ്സിലാക്കാൻ ഒറ്റ വാക്ക്, എക്സ് മുസ്ലിംസ്. ഇതുവരെ മുസ്ലിമായിരുന്നു, പെട്ടെന്നൊരു സുപ്രഭാതത്തിൽ ഞാൻ ഇനി മുസ്ലിമല്ല എന്ന് പ്രഖ്യാപിച്ചവൻ, അവനെയാണ് അറബിയിൽ മുർത്തദ് എന്ന് വിളിക്കുക. പ്രിയപ്പെട്ട രക്ഷിതാക്കളെ, നമ്മുടെ മക്കളെ സോഷ്യൽ മീഡിയകളൊക്കെ ഒന്ന് ശ്രദ്ധിക്കണം. അവർ ഏത് രൂപത്തിലൊക്കെയാണ് റിയാക്ട് ചെയ്യുന്നത്, അവർ ഷെയർ ചെയ്യുന്ന വീഡിയോ എന്താണ്, ഏത് ആശയം ഉൾക്കൊള്ളുന്നതാണെന്ന് പഠിക്കണം. ആരെങ്കിലും ഇസ്ലാമിൽ നിന്ന് പുറത്തു പോകുന്ന സമീപനം സ്വീകരിച്ചാൽ എന്താ ഉണ്ടാവുക? ആരെങ്കിലും മതത്തിൽ നിന്ന് പുറത്തു കടന്നാൽ, റിദ്ദത്ത് സംഭവിച്ചാൽ, ഫയമുത്, അങ്ങനെ തൗബ ചെയ്യാതെ ലോകത്തുനിന്ന് വിട പറഞ്ഞ് മരിച്ചാൽ, വഹുവ കാഫിറുൻ, അവൻ കാഫിറാണ്. ഫൗലൈക ഹബിതത് അഅമാലുഹും ഫിദ്ദുനിയാ വൽആഖിറ, അവർ ദുനിയാവിലും പരലോകത്തിലും കർമ്മങ്ങൾ സ്വീകരിക്കാത്ത വിധേനയുള്ള നഷ്ടത്തിലാണ് അവർക്ക് സംഭവിക്കുന്നത്. എത്ര വ്യക്തമായിട്ട് ഖുർആനിന്റെ ഈ സൂചന. ദീൻ നിന്ന് പുറത്തു പോയാൽ, ദീൻ ഒഴിവാക്കിയാൽ, അള്ളാഹുവിന്റെ ഇഷ്ടപ്പെട്ട ഈ മതത്തിനോട് നീരസം കാണിച്ചങ്ങ് മാറി നടന്നാൽ ചിലപ്പോൾ കുറച്ച് സ്വാതന്ത്ര്യം കിട്ടുമായിരിക്കും, ദുനിയാവിലെ ചില സുഖങ്ങളൊക്കെ ചിലപ്പോൾ കിട്ടുമായിരിക്കും. പക്ഷേ നീ അഗാധമായ ഗർത്തത്തിലാണ്, വലിയ നാശത്തിലാണ്. മറ്റൊരു വിഭാഗം ഖുർആൻ പറയുന്നത് അള്ളാഹുവിന്റെ ദൃഷ്ടാന്തങ്ങളെ പരിഹസിക്കുക, സംസമിനെ പരിഹസിക്കുക, ഹജ്ജിനെ പരിഹസിക്കുക, കഅബയെ പരിഹസിക്കുക, പള്ളികളെ പുച്ഛിക്കുക, ഖുർആനിനെ നിന്ദിക്കുക. ഈ സ്വഭാവം ഒരാൾക്കുണ്ടോ? അവൻ എന്ത് നല്ല വ്യക്തിയാണെന്ന് പറഞ്ഞിട്ടും കാര്യമില്ല. വല്ലദീന കദ്ദബൂ ബിആയാതിനാ, നമ്മുടെ ദൃഷ്ടാന്തങ്ങളെ ആരെങ്കിലും നിഷേധിച്ചാൽ, വലിഖാഇൽ ആഖിറ, പരലോകത്ത് കണ്ടുമുട്ടണം എന്നത് നിഷേധിച്ചാൽ, ഹബിതത് അഅമാലുഹും, അവരുടെ കർമ്മങ്ങൾ നിഷ്ഫലമാണ്. ഇത് മുസ്ലിമാണോ അമുസ്ലിമാണോ നോക്കിയിട്ടൊന്നുമില്ല. ഈ നിലപാട് ആർക്കൊക്കെ ഉണ്ടോ അവർക്കെല്ലാവർക്കും ബാധകമാണ്. അടുത്തത് അള്ളാഹുവിന്റെ ഖുർആനിനോടുള്ള വെറുപ്പുള്ളവർ. ഖുർആനിലൊരു കാര്യം പറയാ,
അതിനോട് നമുക്ക് യോജിക്കാൻ പറ്റുന്നില്ല. നമുക്ക് വെറുപ്പുണ്ടെങ്കിൽ നിങ്ങൾ വെറുതെയാണ് അമല് ചെയ്യുന്നത്. ഖുർആനിൽ 114 അധ്യായം 6236 ആയത്തുകൾ. ഈ ആയത്തുകളോട് അതിൽ പറഞ്ഞ ഒരു വിഷയത്തോട് നമ്മുടെ കുടുംബവുമായി ബന്ധപ്പെട്ടതാകും, നമ്മുടെ തൊഴിലുമായി ബന്ധപ്പെട്ട കാര്യമാകും, നമ്മുടെ ജീവിതത്തിന്റെ ഏതെങ്കിലും ഒരു ഭാഗം ടച്ച് ചെയ്യാതെ പോകില്ലല്ലോ. എന്നാൽ ഖുർആനിൽ പറഞ്ഞ ഒരു കാര്യത്തിനോട് നമുക്ക് വെറുപ്പുണ്ടായാൽ എന്ത് സംഭവിക്കും? ദാലിക ബിഅന്നഹും കരിഹു മാ അൻസലല്ലാഹ്, അല്ലാഹു അവതരിപ്പിച്ചതിനോട് അവർക്ക് വെറുപ്പാണ്. ഫഅഹ്ബത അഅമാലുഹും, അവരുടെ സൽക്കർമ്മങ്ങളെ നാം ബാത്തിലാക്കും, നിഷ്ഫലമാക്കും, കളയുന്നതാണ്. ആരും അറിയാതെ നമ്മുടെ ഉള്ളിൽ കയറി വരുന്ന ചില സംഭവമാണ്. ഖുർആനിലൊരു നിയമം, ആ നിയമത്തിനോട് നമുക്കൊരു വെറുപ്പ് പാടില്ല. നിഫാഖ്, കാപട്യം ഞാൻ വിശദീകരിച്ചു. മനസ്സിനകത്തൊന്ന് സൂക്ഷിക്കുക, പുറത്ത് വേറൊന്ന് കാണിക്കുക. മുനാഫിഖിന്റെ സ്വഭാവമുള്ളവരെ വിശദീകരിച്ചിട്ട് ഖുർആൻ പറഞ്ഞു, ഉലൈക ലം യുഅ്മിനൂ, അവർ ശരിക്ക് വിശ്വാസികളായിട്ടില്ല. വിശ്വാസികളായിട്ട് ഇങ്ങനെ അഭിനയിക്കണം, വിശ്വാസികളായിട്ട് ഇങ്ങനെ നാവോട് ഇങ്ങനെ പറയാണ്. കൽബിന്റെ ഉള്ളിൽ യഥാർത്ഥ ഈമാൻ കേറിയിട്ടില്ലാത്ത മനുഷ്യനാണോ? ഫഅഹ്ബതല്ലാഹു അഅമാലഹും, അവന്റെ അമലുകൾ അല്ലാഹു ബാത്തിലാക്കി കളയുന്നതാണ്. ഇതൊക്കെ ഖുർആനിനകത്തിരിക്കുന്നുണ്ട്. ജനങ്ങൾ ദീനും ഖുർആനും പഠിക്കാതെ പോകുമ്പോൾ ഉണ്ടാകുന്ന നഷ്ടം എന്താണ്? ഇതൊക്കെ തന്നെയാണ്. അവൻ അറിയാതെ ആപത്തുകളിൽ ചെന്ന് വീഴും. അടുത്തത്, യാ അയ്യുഹല്ലദീന ആമനൂ, സത്യവിശ്വാസികളെ, അത്തിഉല്ലാഹ്, നിങ്ങൾ അല്ലാഹനെ അനുസരിക്കണം കേട്ടോ. വഅതിഉർ റസൂൽ, റസൂലിനെയും അനുസരിക്കണം. ഇല്ലെങ്കിലോ വലാ തുബ്തിലു അഅമാലക്കും, നിങ്ങൾ നിങ്ങളുടെ കർമ്മങ്ങളെ ബാത്തിലാക്കരുത്. അല്ലാഹനെ അനുസരിച്ചില്ലെങ്കിൽ കർമ്മം ബാത്തിലാകും. പ്രവാചകനെ അനുസരിച്ചില്ലെങ്കിൽ കർമ്മങ്ങൾ ബാത്തിലാകും. എൻ്റെ സഹോദരങ്ങളെ, നമ്മളൊക്കെ ഈ ഒരു നൂറ്റാണ്ടിൽ ജീവിച്ചുകൊണ്ടിരിക്കുക. മതത്തിനകത്ത് ഉള്ളത് പഠിക്കാൻ എളുപ്പമാണ്. ഒരു ഹദീസ് പഠിക്കാൻ എളുപ്പമാണ്. അതങ്ങ് ടെക്സ്റ്റ് ഇംഗ്ലീഷിലോ അറബിയിലോ മലയാളത്തിലോ നമ്മുടെ ഫോണിൽ ടൈപ്പ് ചെയ്ത് കൊടുത്താൽ ഈ ഹദീസ് ശരിയാണോ, ഈ നോമ്പ് ഇസ്ലാമിലുണ്ടോ, ഈ ഒരു ദിക്ർ പഠിപ്പിച്ചത് തന്നെയാണോ എന്നൊക്കെ അങ്ങനെ കൃത്യമായിട്ട് വായിക്കാൻ കഴിയുന്നവർക്ക് ഇന്ന് സുഖമായി പഠിക്കാൻ എളുപ്പമാണ്. അള്ളാഹുവിന്റെ പ്രവാചകനെ അനുസരിക്കണം, അള്ളാഹ് പറഞ്ഞതിനെ അനുസരിക്കാൻ നമുക്ക് കഴിയണം. ഇത് ശഅബാൻ മാസമാണ്. സ്വാഭാവികമായും ശഅബാനിൽ ഒരുപാട് സൽക്കർമ്മങ്ങൾ ചെയ്യണം, റജബിൽ സൽക്കർമ്മങ്ങൾ ചെയ്യണം. റജബ് മാസം മനുഷ്യരെ, വിശ്വാസികളെ നമുക്ക് കൃഷി ഇറക്കാനുള്ള മാസമായിരുന്നു തുടങ്ങുക. ശഅബാൻ മാസം നമുക്ക് നനച്ചു കൊടുക്കാനുള്ള മാസമാണ്. നമ്മുടെ നന്മകൾ ഇങ്ങനെ നനച്ച് പരിപോഷിപ്പിക്കേണ്ട മാസമാണ്. റമദാൻ ഷഹ്റുൻ ലിൽ ഹസാദി, റമദാനിൽ വിളവെടുക്കേണ്ട മാസമാണ്. എന്നിട്ട് ഇബ്രാഹിമുൽ വൽഖി റഹിമഹുല്ലാഹ് ചോദിക്കുന്നുണ്ട്, റജബിൽ വിത്തിറക്കാത്ത മനുഷ്യ, ശഅബാനിൽ നനച്ചു കൊടുക്കാത്ത മനുഷ്യ, നിനക്ക് എങ്ങനെയാടാ റമദാനിൽ കൊയ്തെടുക്കാൻ പറ്റുക? ശഅബാൻ മാസത്തിൽ മൊത്തത്തിൽ ഒരുപാട് പുണ്യങ്ങൾ നമുക്ക് പറഞ്ഞു. നോമ്പ് എത്രയെത്രയോ തിങ്കളും വ്യാഴവും നമുക്ക് ഉണ്ട്. സാധാരണ പോലെ തന്നെ മറ്റു ദിവസങ്ങളൊക്കെ നോമ്പെടുക്കാവുന്നതാണ്. 13, 14, 15 എല്ലാ മാസത്തിലും നമുക്ക് പഠിപ്പിച്ച സുന്നത്താണ്. ഇനി ഒരു മാസത്തിൽ ഏതെങ്കിലും 3 ദിവസം നോമ്പെടുക്കാൻ പറ്റുമോ? സുന്നത്താണ്. അതൊക്കെ ശഅബാനിലുണ്ട്. ഇതൊന്നും പാലിക്കാത്ത ചിലരുണ്ട്. അവർ എഴുന്നേൽക്കുന്നത് ശഅബാൻ 15-നാണ്. അള്ളയും റസൂലും പറഞ്ഞത് അവർക്ക് വലിയ കാര്യം ഉണ്ടാവൂല. പക്ഷെ എവിടെന്നെങ്കിലും ആരെങ്കിലും ഒരാൾ പറഞ്ഞു കേട്ടാൽ മതി, അവൻ 15-ന്റെ അന്ന് നോമ്പ് നോൽക്കും. കാരണം എന്താ? അന്നൊരു നോമ്പുണ്ട്, എത്രേ, ബറാത്ത് നോമ്പെന്ന് പേര്. ഞാൻ പറയാം സഹോദരങ്ങളെ, ഒന്ന് ആലോചിച്ച് നോക്കണം കേട്ടോ. നമ്മൾ ഇത്രയും നേരം സംസാരിച്ചത് അള്ളാഹ് സ്വീകരിക്കണം, പരലോകത്ത് കൂലി കിട്ടണമെന്നാണ് ആഗ്രഹമെങ്കിൽ നിങ്ങൾ റസൂലിനെ അനുസരിക്കണം എന്നാണല്ലോ പഠിപ്പിച്ചത്. ഈ വിഷയത്തിൽ ഒരൊറ്റ ഹദീസും ശഅബാൻ 15-ന് പ്രത്യേകമായി അതിനു മാത്രമായി ഒരു നോമ്പ് നബിതങ്ങൾ പഠിപ്പിച്ചില്ല, സ്വഹാബത്ത് ചെയ്തിട്ടില്ല, നബിന്റെ ഭാര്യമാർക്ക് പരിചയമില്ല. എന്ന് മാത്രമല്ല, അതെല്ലാം പഠിച്ചെടുത്ത ഹദീസ് പണ്ഡിതൻ ഇബ്നു ഹജറുൽ ഹൈതമി തങ്ങൾ പറയുന്നുണ്ട്, ശഅബാൻ 15-നു മാത്രമായി ഒരു നോമ്പ് നോൽക്കുക എന്നത് സുന്നത്തിന് എതിരാണ്.
അതാ ഞാൻ ആദ്യം പറഞ്ഞത്. 13-നും 14-നും 15-നും നോമ്പുണ്ട്. ഇനി ഒരു മാസത്തിൽ 3 ദിവസം നോമ്പുകൾക്ക് ഒരാൾക്ക് 15-ഉം 16-ഉം 17 നോൽക്കാൻ പറ്റുമോ? അയാൾക്കും കൂലിണ്ട്. അതൊന്നും പാലിക്കാതെ ഒരൊറ്റ ദിവസത്തെ പ്രത്യേകത പറഞ്ഞുകൊണ്ട് ഒരാൾ നോമ്പ് നോൽക്കുന്നതിനെ കുറിച്ച് അവരുടെ തന്നെ പ്രസിദ്ധനായ പണ്ഡിതനായിരുന്ന കണ്ണിയത്ത് ഉസ്താദ് എന്ന് പറയുന്ന മനുഷ്യൻ മരണപ്പെട്ടു പോയി. അദ്ദേഹത്തിന്റെ പുസ്തകത്തിൽ സ്മരണികയിൽ ചോദിക്കുന്നുണ്ട്, ബറാഅത്ത് നോമ്പ് സുന്നത്താണോ? അദ്ദേഹത്തിന്റെ മറുപടി, സുന്നത്തിൽ നമുക്ക് കാണാൻ കഴിയൂല. നമ്മളല്ല, കണ്ണിയത്ത് ഉസ്താദിന്റെ ഫത്വയാണ്. അന്വേഷിച്ച് നോക്ക്, പഠിച്ചു നോക്ക്. ഇതെല്ലാം അവിടെ ഉണ്ടായിരിക്കെ നമ്മുടെ ജനങ്ങൾ അതിന് തന്നെയാണ് പോരിശ കൊടുക്കുന്നത്. നോമ്പിനെ നമ്മൾ എതിർക്കുകയല്ല, സുന്നത്തായ നോമ്പുകൾ ധാരാളം വേണം എന്നാ പറഞ്ഞത്. ഇല്ല, നോമ്പുകൾക്ക് പ്രചരണം കൊടുക്കരുത്. നിസ്കരിക്കാൻ അവസരമുണ്ട്, ഇഷ്ടമുള്ള എത്രയെത്ര നമസ്കാരങ്ങൾ എല്ലാ രാത്രിയിലും ഖിയാമുല്ലയിലുണ്ട്. എല്ലാ രാത്രിയുണ്ട്. ചുരുങ്ങിയത് 3 റക്അത്തെങ്കിലുണ്ട്. ളുഹ നമസ്കാരമുണ്ട്. പകൽ സമയത്ത് 8 റക്അത്ത് വരെ നമസ്കാരമുണ്ട്. ഒളു എടുത്താൽ സുന്നത്ത് നമസ്കാരമുണ്ട്. ഫർള് നമസ്കാരങ്ങളുടെ മുമ്പും ശേഷവും റവാത്തിബ് നമസ്കാരങ്ങളുണ്ട്. എത്ര നമസ്കാരങ്ങളുണ്ട്. ഇതൊന്നും മതിയാകാഞ്ഞിട്ടാണ് ചില മനുഷ്യർ അതൊന്നും പാലിച്ചില്ലെങ്കിലും അവർ ശഅബാൻ 15-ന്റെ രാത്രിയിൽ ഒരു 100 റക്അത്ത് നമസ്കരിക്കും. അല്ലെങ്കിൽ 1 റക്അത്ത് നിസ്കരിക്കാൻ മടിയുള്ള മനുഷ്യനാ. പക്ഷേ ഇല്ലാത്തൊരു നിസ്കാരാണെങ്കിൽ ജനങ്ങൾ അന്ന് 100 റക്അത്ത് നമസ്കരിക്കും. ഒന്നാമത്തെ റക്അത്തിൽ 10 തവണ ഖുൽ ഹുവല്ലാഹു അഹദ് ഓതും. 100 റക്അത്ത് കഴിയുമ്പോഴത്തേക്ക് 1000 ഖുൽ ഹുവല്ലാഹു അഹദ് ഓതി നമസ്കരിക്കും ആ മനുഷ്യർ. ഈ നമസ്കാരം ആരെങ്കിലും പഠിപ്പിച്ചതായി നബിന്റെ ചരിത്രത്തിലുണ്ടോ? മദ്ഹബിന്റെ കിതാബിലുണ്ടോ? ഇമാമിങ്ങൾക്ക് പരിചയമുണ്ടോ? ഇല്ല. പക്ഷെ നാട്ടിൽ എങ്ങനെയൊക്കെയോ ഇത് പ്രസിദ്ധമായി. ഖുർആനിലെ സൂറത്തുകൾ യാസീൻ ഓതുന്നത് പ്രതിഫലമാണ്, അൽ ബഖറ ഓതുന്നത് പ്രതിഫലമാണ്, ആയത്തുൽ കുർസി ദിവസവും ഓതാൻ ആവശ്യമുണ്ട്, സൂറത്തുൽ മുൽക്ക് ദിവസം ഓതേണ്ടതുണ്ട്, സജദ സൂറത്ത് ഓതേണ്ടതുണ്ട്. ആർക്കും പ്രശ്നമില്ല, ആരും മൈൻഡ് ചെയ്യുന്നേ ഇല്ല. പക്ഷേ ശഅബാൻ 15 വന്നാൽ ഇതുവരെ ഓതാത്തവൻ അന്ന് 3 യാസീൻ ഓതും. എന്തിനാ 3 യാസീൻ? ഒന്ന് ബറക്കത്തുണ്ടാവാനാണ്, ഒന്ന് റിസ്ക് അധികരിക്കാനാണ്, ഒന്ന് ആഖിബത്ത് നന്നാകാനാണ്. ആര് പറഞ്ഞു? നമ്മളങ്ങോട്ട് തീരുമാനിക്കുകയാണോ? ഇതാദ്യമായി അവതരിച്ച് കിട്ടിയ പ്രവാചകൻ എങ്ങനെ പഠിപ്പിച്ചു തന്നിരുന്നു? എന്തിനും യാസീനാണ്. കേട്ടാൽ വിചാരിക്കും മറ്റെല്ലാ സൂറത്തുകളേക്കാൾ പ്രത്യേകത യാസീനുണ്ട്. യാസീൻ അതിൻ്റെതായ ഒരു മഹത്വമുണ്ട്. എന്നാൽ ഇങ്ങനെ ഒരു സമയം നിശ്ചയിക്കുക, എണ്ണം നിശ്ചയിക്കുക, ഇല്ലാത്ത പോലിശ പറഞ്ഞ് ഉണ്ടാക്കി കൊടുക്കുക, ആര് പഠിപ്പിച്ചു കൊടുത്തതാണ്? സമൂഹത്തിൽ ബറാഅത്ത് എന്ന് പറഞ്ഞ രൂപത്തിൽ ചില ആഘോഷം നടക്കുന്ന പോലെ പാടില്ല. മിഅ്റാജ് ആഘോഷം, അതേപോലെ ബറാഅത്ത് ഒരു ആഘോഷം പോലെ സഹാബത്തിന്റെ ചരിത്രം വായിക്കുമ്പോഴൊക്കെ കാണാൻ സാധിക്കും. അവർക്ക് 2 ആഘോഷമുള്ളൂ, അത് പെരുന്നാള്. അതല്ലാത്ത രൂപത്തിലുള്ളത് ആഘോഷമായി കടന്നു വന്നാൽ അത് തള്ളേണ്ടതാണ്. പിന്നെ ചിലർക്ക് ആയുസ് വർദ്ധിക്കാൻ വേണ്ടി, അപകടങ്ങൾ നീങ്ങിക്കിട്ടാൻ വേണ്ടിയിട്ട് 6 റക്അത്ത് നമസ്കാരം രാത്രി. ഇതൊന്നും നിബിതങ്ങൾ നേരത്തെ നമ്മൾ സംസാരിച്ചില്ലേ? ഇസ്ലാമിനകത്ത് നബി മരിക്കുന്നതിന്റെ മുമ്പ് വഹീന്റെ അടിസ്ഥാനത്തിൽ പഠിപ്പിച്ച ഇബാദത്തുകൾ കാണാനില്ല. സമൂഹത്തിൽ പല ആളുകളും ചെയ്യുന്നത് കാണുന്നുണ്ട്. ഞാൻ അവരെ കുറിച്ച് പറയാം. അള്ളാഹുവിന്റെ ഖുർആനിൽ പറയുന്നുണ്ട്, ചില മനുഷ്യരുണ്ട് ആമിലത്തുൻ നാസിബ, ഒരുപാട് പ്രാർത്ഥിച്ച് നിസ്കരിച്ച് കഷ്ടപ്പെട്ട് അധ്വാനിച്ച് ക്ഷീണിച്ച് പരലോകത്ത് വരും. തസ്ലാ നാറൻ ഹാമിയ, വെന്തെരിയുന്ന നരകത്തിൽ അവരിട്ട് കത്തിക്കരിക്കുന്നതാണ്. പണിയെടുക്കാത്തവരല്ല, കഠിനമായി അധ്വാനിച്ചിട്ട് ക്ഷീണിച്ച് നരകത്തിലേക്ക് വലിച്ചെറിയെന്ന് പറഞ്ഞതല്ല ചെയ്തത്. അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഹൗദുൽ കൗസറിന്റെ പാനീയം കുടിക്കാൻ കൊടുക്കും എല്ലാവർക്കും, സ്വർഗാവകാശികൾക്ക്. എന്നാൽ ബിദ്അത്തായി ദീനിൽ ഇല്ലാത്തത് ചെയ്ത് നടന്ന മനുഷ്യനെ കാണുമ്പോ അകന്ന് ദൂരത്തേക്ക് മാറിപ്പോകണമെന്ന് വെറുപ്പോടെ അകറ്റി മാറ്റും. ആരാ? ഇല്ലാത്ത ആചാരങ്ങൾ കൊണ്ട് നടക്കുന്ന മനുഷ്യന്മാര്. മഹാനായ സുഫിയാനു സൗരി റഹ്മത്തുള്ളാഹി അലൈഹി പറയാണൽ ബിദ്അത്തു, മതത്തിലില്ലാത്ത പുതിയ പുതിയ ആചാരങ്ങൾ അഹബ്ബു ഇലാ ഇബ്ലീസ, നമ്മളെ വാക്കല്ലോ. സുഫിയാനു സൗരി റഹിമഹുല്ല പറയാണ്, ഇബ്ലീസിന് ഏറ്റവും ഇഷ്ടമുള്ള കാര്യമാണ് എന്തിനേക്കാൾ? മിനൽ മഅസിയത്തി, മറ്റു പാപങ്ങളേക്കാൾ.
കൊലപാതകത്തെക്കാൾ പിശാചിന് ഇഷ്ടം ഒരാൾ ഇല്ലാത്ത നിസ്കാരം നിസ്കരിക്കലാണ്. പലിശയേക്കാൾ, വ്യഭിചാരത്തേക്കാൾ, മറ്റു മഅസിയത്തിനേക്കാൾ പിശാചിന് ഏറ്റവും ഇഷ്ടം മതത്തിലില്ലാത്തതിൽ ജനങ്ങളെ തളച്ചിടലാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇന്നല്ലാഹ ഹജബത് തൗബ, അല്ലാഹു ഒരാൾക്ക് തൗബ തടയും, തൗബ പോലും സ്വീകരിക്കൂല. അൻകുല്ലി സാഹിബി ബിദ്അത്തിൻ, ബിദ്അത്ത് ചെയ്തു പോകുന്ന മനുഷ്യൻ, ഹത്താ യദഅ ബിദ്അതഹു, അവൻ ചെയ്തുകൊണ്ടിരിക്കുന്ന ബിദ്അത്ത് ഒഴിവാക്കുന്നത് വരെ ആ മനുഷ്യന്റെ തൗബ പോലും അല്ലാഹു മറവെച്ച് വീഴ്ത്തുമെന്നാ പറഞ്ഞിരിക്കുന്നത്. അതുകൊണ്ട് തിരിച്ചറിവ്, എൻ്റെ കർമ്മങ്ങൾ പോകരുത്, ഞാൻ ചെയ്തത് പടച്ചോൻ സ്വീകരിക്കണം. ഇസ്ലാമിനകത്തുള്ളത് ചെയ്യാൻ ശ്രമിക്കണം. കേട്ടുകേൾവിൻ്റെ അടിസ്ഥാനത്തിൽ, ആരോ ചെയ്യുന്നതിൻ്റെ അടിസ്ഥാനത്തിൽ, എന്തോ കേട്ടതിൻ്റെ അടിസ്ഥാനത്തിൽ, ഇപ്പോഴൊക്കെ പ്രത്യേകിച്ചും ആളുകൾ സോഷ്യൽ മീഡിയയിൽ എന്തെങ്കിലും ഒന്ന് കണ്ടാൽ മതി അത് ഇസ്ലാമാണെന്ന് വിചാരിച്ചു പോകുന്നവർ അതീവ ജാഗ്രതയോടെ അള്ളാഹുവിൻ്റെ പ്രമാണങ്ങളോട് ശരിയായ സമീപനം സ്വീകരിച്ച് മുന്നോട്ട് പോകാൻ ശ്രമിക്കണം. അള്ളാഹു നമ്മെ വിജയികളുടെ കൂട്ടത്തിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വൽ ആഖിബത്തു ലിൽ മുത്തഖീൻ വലാ ഉദ്വാന ഇല്ലാ അലൽ ളാലിമീൻ വസ്സലാത്തു വസ്സലാമു അലാ റസൂലിഹിൽ അമീൻ വഅലാ ആലിഹി വസ്ഹബിഹി അജ്മഈൻ. അയ്യുഹൽ ഇഖ്വതു വൽ അഖവാതു ഉസീകും വഇയ്യായ സാനിയം ബിതഖ്വല്ലാഹ്. അർഹമുറഹീമീനായ റബ്ബുൽ ആലമീൻ, അള്ളാഹുവിൻ്റെ വിധിവിലക്കുകൾ പാലിച്ചുകൊണ്ട് ജീവിതത്തെ തഖ്വയിൽ ക്രോഡീകരിക്കണമെന്ന് എന്നെയും നിങ്ങളെയും ഓർമ്മപ്പെടുത്തുകയാണ്. അള്ളാഹു നമ്മെ സഹായിക്കുമാറാകട്ടെ. ഒരു ദിവസം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മദീനയിൽ തൻ്റെ അനുയായികൾക്ക് ദർസ് പഠിപ്പിച്ചു കൊടുക്കുക. ആ സദസ്സിൽ ഇരുന്നു കൊണ്ട് പ്രവാചകൻ ഓർമ്മപ്പെടുത്തി, ഒരാൾ, അയാൾക്ക് അല്ലാഹു പുറത്തു കൊടുക്കില്ല. ശരിക്കും ശ്രദ്ധിച്ചോളൂ, ഒരാൾ, അയാൾക്ക് അല്ലാഹു പുറത്തു കൊടുക്കില്ല. എന്താ അയാൾ ചെയ്തത്? അന്ന റജുലൻ ഖാൽ, അയാൾ ഇങ്ങനെ പറയും, വല്ലാഹി, പടച്ചോനാണ് സത്യം, ലാ യഗ്ഫിറുല്ലാഹു ലിഫുലാൻ, അയാൾക്ക് ഞാൻ പുറത്തു കൊടുക്കില്ല, അയാൾ എന്നെ അത്രയും ഉപദ്രവിച്ചവനാണ്, മരിച്ചാലും ഞാൻ പുറത്തു കൊടുക്കൂല. ഇതൊക്കെ നമ്മുടെ ഉള്ളിൻ്റെ ഉള്ളിൽ നിന്ന് വരുന്ന തേട്ടങ്ങളാണ്. വല്ലാഹി, അല്ലാഹുവാണേ സത്യം, ലാ യഗ്ഫിറുല്ലാഹു ലിഫുലാനിൻ, ഒരു വ്യക്തിക്ക് ഞാൻ പുറത്തു കൊടുക്കൂലെന്ന് ആരെങ്കിലും പറഞ്ഞാൽ അവന് അല്ലാഹു പുറത്തു കൊടുക്കൂല. ആ വ്യക്തിക്ക് അല്ലാഹു അയാളുടെ പാപം പുറത്തു കൊടുക്കും, മറ്റയാൾക്ക് കിട്ടും. അല്ലാഹു പറഞ്ഞിട്ടുണ്ട്, അല്ലാഹു ആ വ്യക്തിക്ക് പുറത്തു കൊടുക്കും. നിന്റെ അമല് ബാത്തിലാവുകയും ചെയ്യും. ചില വാക്കുകൾ മതി നമ്മുടെ എല്ലാം തകരാൻ. വാക്കുകൾ വളരെ ശ്രദ്ധയോടെ നല്ല പോലെ ഉപയോഗിച്ചോളൂ, ഇല്ലെങ്കിൽ ചെയ്തതൊക്കെ പോകുന്നാണ് പഠിപ്പിച്ചത്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, അള്ളാഹുവിൻ്റെ പ്രവാചകന്റെ ഹദീസിൽ കാണുന്നൊരു വാക്ക് കാണാം, എല്ലാ തിങ്കളാഴ്ചയും, എല്ലാ വ്യാഴാഴ്ചയും, എല്ലാ മാസവും, എല്ലാ തിങ്കളാഴ്ചയും, എല്ലാ വ്യാഴാഴ്ചയും അടിമകൾക്ക് അല്ലാഹു പുറത്തു കൊടുക്കാറുണ്ട്. ഫയഗ്ഫിറു ലികുല്ലി അബ്ദിൻ, അന്ന് അല്ലാഹു തആല പുറത്തു കൊടുക്കുന്നത് രണ്ടാളുകൾക്ക് ചാൻസ് ഇല്ല. ആരാണത്? ലാ യുശ്രികു ബില്ലാഹി ഷൈഅ, അല്ലാഹുവിൽ ശിർക്ക് വെക്കുന്നവരാണ്. ഞാൻ തുടക്കത്തിൽ വിശദീകരിച്ചിട്ടുണ്ടാകും.
അള്ളാഹുവിനെ ഏതെങ്കിലും ഒരു കാരണം കൊണ്ട് ശിർക്ക് വെക്കുന്ന അവസ്ഥ വന്നാൽ അള്ളാഹു അല്ലാത്തവരുടെ പേരിൽ സത്യം ചെയ്യുക, നേർച്ച വഴിപാടുകൾ ചെയ്യുക, ബലികർമ്മങ്ങൾ ചെയ്യുക, അള്ളാഹു അല്ലാത്തവരോട് ഇസ്തിഗാസയും പ്രാർത്ഥനകളും അർപ്പിക്കുക. ഏതെങ്കിലും ശിർക്ക് ചെയ്തു പോകുന്ന മനുഷ്യ, എല്ലാവർക്കും പുറത്തു കിട്ടുമ്പോ നിനക്ക് മാപ്പ് കിട്ടൂല. രണ്ടാമത്തെ ആള് ഇല്ലാ റജുലൻ, മറ്റൊരാളുണ്ട്, കാനത്ത് ബൈനഹു വ ബൈന അഖീഹി ശഹ്നാ, അവനും മറ്റൊരാളും തമ്മിൽ ചെറിയ ചില പകയും വിദ്വേഷവുമുണ്ട്. കുടുംബത്തിലോ നാട്ടിലോ പ്രസ്ഥാനത്തിലോ പള്ളിയിലോ ഏതെങ്കിലും ഒരു മനുഷ്യനോട് വെറുപ്പും കൊണ്ടാണോ നിങ്ങൾ ജീവിക്കുന്നത്? നമുക്ക് തിങ്കളാഴ്ചയും വ്യാഴാഴ്ചയും ആ മഗ്ഫിറത്തിലും ചാൻസ് ഇല്ല. കൊല്ലങ്ങളോളം പിണങ്ങി നിന്നിട്ടാണോ നീ ജീവിച്ചുകൊണ്ടിരിക്കുന്നത്? നിനക്ക് ചാൻസ് ഇല്ല. വിട്ടുകൊടുക്കാൻ കഴിയണം. ഒരു നിബന്ധനയും വെക്കാതെ ചെയ്ത ക്രൂരതകളെല്ലാം മറന്ന് നിനക്ക് ജീവിക്കാൻ, നിനക്ക് സ്വർഗം കിട്ടാൻ നീ വിട്ടാണ് കൊടുക്കണം. പകയുമായി വെറുപ്പുമായി ജീവിക്കുന്ന മനുഷ്യന് അന്നേ ദിവസം ചാൻസ് ഇല്ല എന്നോർക്ക്. 3 വിഭാഗം ആളുകളെ പഠിപ്പിച്ച ഹദീസിൽ കാണാം. അവരെ അല്ലാഹ് നോക്കൂല, അവരെ അല്ലാഹ് സംസ്കരിക്കൂല, അവരുടെ കർമ്മങ്ങൾക്ക് വേണ്ടതുപോലെയുള്ള സ്വീകാര്യത അല്ലാഹ് കൊടുക്കൂല. ഇത് കേട്ടപ്പോഴാണ് അബൂദർ റളിയല്ലാഹു അൻഹു പറഞ്ഞത്, ഖാബു വഖസിറൂ, നഷ്ടത്തിലാണ്, പരാജയത്തിലാണ്. ആരാണവർ? അൽ മുസ്ബിലു, വസ്ത്രം നിര്യാണിക്ക് താഴെ വലിച്ചിഴച്ചവരാണ്. കാണുമ്പോൾ നമുക്ക് തോന്നും എന്ത് പിന്നെ കുഴപ്പമുള്ളത്? അതിനൊരു പ്രശ്നമുണ്ട്. അത് മതവിധിക്ക് അപ്പുറത്താണ്. നമ്മുടെ പാൻറ്, നമ്മുടെ തുണി, അത് നെര്യാണിക്ക് താഴെ നിസ്കാരത്തിൽ മാത്രമല്ല, കടയിലാണെങ്കിലും ടൂറിലാണെങ്കിലും കോളേജിലാണെങ്കിലും യൂണിഫോമിലാണെങ്കിലും പാടില്ല. അൽ മുസ്ബിലു, നെര്യാണിക്ക് താഴെ വസ്ത്രം വലിച്ചിഴക്കുന്നവന് അള്ളാഹുവിന്റെ നോട്ടം കിട്ടൂല എന്നാ ഹദീസ് പഠിപ്പിച്ചത്. അൽ മന്നാൻ, ചെയ്ത നന്മകൾ എടുത്തു പറഞ്ഞ് ഉപദ്രവം ചെയ്യുന്നവൻ. എന്തെങ്കിലുമൊക്കെ ചെയ്തിട്ടുണ്ടാകും, അത് 4 ആളെ അറിയിക്കാൻ വേണ്ടി എടുത്തെടുത്ത് പറഞ്ഞുകൊണ്ട് ശല്യമുണ്ടാക്കുന്നയാള്. മൂന്നാമത്തേത് അൽ മുൻഫിഖു സിൽഅതഹു ബിൽ ഹൽഫിൽ കാദിബി, കച്ചവടക്കാരുണ്ടാകും ഈ പള്ളിയിൽ. ഈ അങ്ങാടിയുടെ വിവിധങ്ങളായ ഷോപ്പുകളിൽ തന്റെ ചരക്ക് വിറ്റഴിക്കാൻ വേണ്ടി വ്യഗ്രത കാണിക്കുന്ന നിരവധി അനവധി ഓഫറുകളുടെ മാലപ്പടക്കം കൊടുക്കുന്നവരെ ഹദീസ് വായിക്ക്. അൽ മുൻഫിഖു, ഒരു കച്ചവടക്കാരൻ, സിൽഅതഹു ബിൽ ഹൽഫിൽ കാദിബി, കള്ളസത്യം പറഞ്ഞുകൊണ്ട് തന്റെ കച്ചവടച്ചരക്ക് വിറ്റഴിക്കുന്നവൻ. സാധനം ചെലവാകാൻ വേണ്ടിയിട്ട് കള്ളസത്യം പറയാം. പടച്ചോനാണ് സത്യം, ഇത് ഇന്നലെ ഇറക്കിയതാണ്, ഇത് ഒറിജിനലാണ്, ഇത് ഞാൻ ഇന്ന സ്ഥലത്തുനിന്ന് കൊടുന്നതാണ് എന്ന് വ്യാജനായി കളവ് പറഞ്ഞുകൊണ്ട് സത്യം ചെയ്തിട്ട് ആ സാധുവായ കസ്റ്റമറെ പറ്റിക്കുന്ന കച്ചവടക്കാരാ, ഈ ഹദീസ് നമ്മുടെ നെഞ്ചത്ത് കയറ്റി വെക്ക്. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച മറ്റു ഹദീസുകളൊക്കെ ഇതിൽ ചേർത്ത് വെക്കാൻ സാധിക്കും. നമ്മുടെ കർമ്മങ്ങൾ, നമ്മുടെ നമസ്കാരം, നമ്മുടെ ഇബാദത്ത്, മറ്റനന്ത പ്രവർത്തനങ്ങളെല്ലാം നഷ്ടമാകാതിരിക്കാൻ അതീവ ജാഗ്രതയിലും സൂക്ഷ്മതയിലും നമുക്ക് മുന്നോട്ട് പോകാൻ കഴിയണം. അള്ളാഹു നമ്മെ എല്ലാം ഏറ്റവും വിശാലമായ അവന്റെ സ്വർഗത്തിന്റെ അഹിലുകാരിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. സഹോദരങ്ങളെ, റമദാൻ മാസം നമ്മിലേക്ക് വരാനിരിക്കാം. നല്ല ഒരുക്കങ്ങൾ വേണം, ഇപ്പോഴേ ഒരുങ്ങണം. നമ്മുടെ അന്നേ ആ 1 മാസക്കാലത്ത് നമ്മുടെ പ്ലാനിങ്ങിൽ കുറച്ച് ഒഴിവാണ് നമുക്ക് വേണ്ടത്. ഒരു പകരക്കാരൻ വേണം, ഒരു അസിസ്റ്റന്റിനെ വെക്കാൻ പറ്റുമെങ്കിൽ, ഷോപ്പ് കുറച്ച് ദിവസത്തേക്ക് സ്റ്റാഫുകളെ തമ്മിലൊന്ന് റീഅറേഞ്ച് ചെയ്യാൻ പറ്റുമെങ്കിൽ, എങ്ങനെയെങ്കിലും ആ മാസം എനിക്കൊന്ന് ഫ്രീ ആകണം, എല്ലാത്തിൽ നിന്നും ഒന്ന് മാറി അള്ളാഹുവിലേക്കൊന്ന് കൃത്യമായ ചിട്ടയിലേക്ക് വരാൻ വേണ്ടി ഒരുങ്ങണം. നമ്മുടെ സഹോദരിമാർ വീടും പരിസരവും ഒക്കെ വൃത്തിയാക്കുന്നുവെങ്കിലും യഥാർത്ഥത്തിൽ വേണ്ട ചില ഒരുക്കങ്ങൾ അവർക്ക് കിട്ടേണ്ടതുണ്ട്. അഹ്ലൻ റമദാൻ എന്ന പേരിൽ ഈ വരുന്ന ബുധനാഴ്ച രാവിലെ 10:30 മണിക്ക് നമ്മുടെ പള്ളിയുടെ കമ്മിറ്റിയുടെ കീഴിൽ നടക്കുന്ന വിജ്ഞാനവേദി, നമ്മുടെ ഉമ്മയും പെങ്ങളും സഹോദരികളും എല്ലാം അതിലേക്ക് വരണം. 19-ാം തീയതി അക്രമള പട്ടണത്തിന്റെ വിജ്ഞാന സദസ്സ് നടക്കുമ്പോൾ സ്ത്രീകളെ നമ്മൾ ശരിക്ക് ജാഗ്രതയോടെ കൊണ്ടു നടത്തേണ്ടുന്ന ഒരു സമയമാണ്. ആ കാര്യം നമ്മൾ ഓർമ്മിക്കുക. അതേപോലെ തന്നെ വിശുദ്ധ റമദാൻ വരാനിരിക്കുമ്പോൾ ഒരു മുന്നൊരുക്കം എന്ന നിലക്ക് നമ്മുടെയൊക്കെ പരിസരങ്ങളിൽ ജോലി നഷ്ടപ്പെട്ടവരുണ്ട്. ചൂടുകാലമാകുമ്പോൾ ജോലി ഇല്ലാത്ത ആളുകളുണ്ട്, പല പ്രയാസങ്ങൾ വീടുകളിൽ കഴിഞ്ഞു പോകുന്ന ആളുകളുണ്ട്. ഒരു പാവപ്പെട്ടവന്റെ വീട്ടിൽ ഒരു ഇഫ്താർ കിറ്റ് നമുക്ക് കൊടുക്കാൻ പറ്റണം.
നമ്മൾ നോമ്പ് തുറക്കുമ്പോൾ നമുക്ക് പ്രതിഫലം കിട്ടുന്ന നോമ്പുകാരന്റെ പ്രതിഫലം കിട്ടുന്ന ഇഫ്താർ കിറ്റ്, സ്വതക്കന്റെ പ്രതിഫലം കിട്ടുന്ന ഇഫ്താർ കിറ്റ്, പ്രയാസപ്പെടുന്നവന്റെ പ്രയാസം മാറ്റിക്കൊടുത്തവന് അതിന്റെ പ്രയാസം മാറ്റിത്തരും പരലോകത്ത് വരെ എന്ന് പറഞ്ഞ പുണ്യം കിട്ടുന്ന ഒരു ചാൻസ്. 1500 രൂപയാണ് ഒരു കിറ്റിന് ഒരു വീട്ടിലേക്ക്. നമുക്കൊരു മുഴുവൻ സംഖ്യ സാധ്യമല്ലെങ്കിൽ അതിലേക്ക് ഒരു 500ന്റെ സംഖ്യ കൊടുത്തത് അത് മുന്നോട്ട് പോകട്ടെ. ഒരു വീട്ടിൽ നമ്മുടെ വകയായി ഒരു നോമ്പുതുറ നടക്കട്ടെ. ലക്ഷങ്ങളുടെ നോമ്പുതുറയുടെ പേര് പറഞ്ഞ് പൊട്ടിക്കുന്നവരെ, ഇത് ആരെയും ആർഭാടത്തിന് പൊങ്ങച്ചതില്ല, അന്നം മുട്ടാണ്ടിരിക്കാൻ വേണ്ടി. റമദാനിന്റെ കാലത്ത് പട്ടിണി കിടക്കുന്നവർക്കുള്ള ഒരു സഹായമാണ് അവരുടെ നോമ്പ് തുറക്ക് അവരെ സഹായിക്കുക എന്ന്. മുന്നോട്ട് വരിക, അതിനോട് സഹകരിക്കാൻ എല്ലാവരും രംഗത്തുണ്ടാകണമെന്നാണ് സൂചിപ്പിക്കാനുള്ളത്. ദിനേന എന്നോണം നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്ന വാർത്തകളിലൊക്കെ റാഗിങ് ഒരു വല്ലാത്ത സംഭവമായി മാറിക്കൊണ്ടിരിക്കുക. സ്കൂൾ തലങ്ങളിൽ വരെ കയറി വന്നു, കോളേജുകളിൽ കയറി വന്നു. എന്തിന്? നമ്മുടെ ശരീരത്തിൽ ചികിത്സയ്ക്ക് വേണ്ടി നാം കൈനീട്ടിക്കൊടുത്ത് ഇഞ്ചക്ഷൻ വെക്കാൻ പറയുന്ന, നമ്മുടെ ചികിത്സയ്ക്ക് വേണ്ടി നമ്മൾ എത്തിപ്പെടുന്ന ആശുപത്രികളിൽ നമ്മളെ പരിചരിക്കുന്ന നഴ്സിംഗ് വിദ്യാർത്ഥികളിൽ വരെ റാഗിങ്ങിന്റെ കേട്ടുകേൾവിയില്ലാത്ത മഹാക്രൂരതകൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. എന്തു ചെയ്യും? എല്ലാവരും മൂക്കത്ത് കൈവച്ച് നിശബ്ദരായി ഇരുന്നാൽ ഒരു പരിഹാരം ഉണ്ടാവില്ല. നമ്മൾ ഒരു പരിഹാരം കണ്ടെത്തിയിരിക്കുന്നു. ഈ വരുന്ന 15-ാം തീയതിയും 16-ാം തീയതിയും കേരളത്തിലെ മെഡിക്കൽ രംഗത്ത് പഠിക്കുന്ന മുഴുവൻ വിദ്യാർത്ഥികൾക്കും വേണ്ടി ഒരു ക്ലാസ് വേണമെന്ന് നിങ്ങൾ എല്ലാവരും പറയുന്നു. വേണം. എങ്ങനെ? അവരെ അറിയിക്കണം, എത്തിക്കണം. ആ സദസ്സിലേക്ക് പെരിന്തൽമണ്ണയിലാണ് നടക്കുന്നത്. നഴ്സിംഗ് അതുപോലെയുള്ള മെഡിക്കൽ ഫീൽഡിലുള്ള വിദ്യാർത്ഥികൾക്ക് ഇല്ലൂമിന എന്ന പേരിൽ നമ്മുടെ വിദ്യാർത്ഥികൾ അണിയിച്ചൊരുക്കുന്ന ഒരു ദീനിയായ ധർമ്മ വിജ്ഞാന വേദി, നമ്മൾ അതിലേക്ക് നമ്മുടെ മക്കളെ, വിദ്യാർത്ഥികളെ പങ്കെടുപ്പിക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല എല്ലാവിധ ശർറുകളിൽ നിന്നും നമ്മെ കാത്തുരക്ഷിക്കുമാറാകട്ടെ. സഹോദരങ്ങളെ, നമ്മുടെ പള്ളിയിൽ വരുമ്പോൾ പള്ളിക്കകത്ത് നമ്മളെ കൊണ്ട് ശല്യമുണ്ടാകാൻ പാടില്ല എന്നത് എല്ലാവർക്കും അറിയാം. പക്ഷെ പള്ളിക്ക് പുറത്ത് പലരുടെയും പാർക്കിംഗ് ഒരുപാട് പരാതികൾ വന്നുകൊണ്ടിരിക്കുന്നു. ഞാൻ ആരെയും ആക്ഷേപിക്കുകയോ മോശപ്പെടുത്തുകയോ ഒന്നുമല്ല. ഒരു കാറ് കൊണ്ടുവന്ന് ബ്ലോക്ക് ചെയ്താൽ നിസ്കരിക്കേണ്ടതില്ലാത്ത മറ്റുള്ള ആളുകൾക്ക് ഉണ്ടാവുന്ന പ്രയാസം, ബൈക്കുകൾ കൊണ്ടുവന്ന് കിട്ടുന്നിടത്ത് വെച്ച് പാർക്ക് ചെയ്തു പോരുന്ന അവസ്ഥ ഒന്ന് ശ്രദ്ധിക്കണം. ഈ പള്ളിയല്ല, ഏത് പള്ളിയിലാണെങ്കിലും ഒരു 2 മിനിറ്റ് ഒന്ന് നടക്കാൻ കഴിയുന്ന ദൂരത്ത് കൊണ്ടുപോയി പാർക്ക് ചെയ്താൽ നമുക്ക് എത്ര സേഫായിട്ട് ഇവിടെ വന്ന് ഇരിക്കാൻ പറ്റും. നമ്മളെ ഖുതുബ കഴിയുവോളം വഴിയിലിരുന്ന് ശപിക്കുന്ന ഒരു അവസ്ഥ നമ്മൾ ഉണ്ടാക്കരുത്. നമ്മുടെ താഴെ തന്നെ ബൈക്ക് പാർക്ക് ചെയ്യാനുള്ള സൗകര്യം ഒരുക്കിയിട്ടുണ്ട്. കാറുകൾ പുറത്ത് എവിടെയെങ്കിലും സേഫായ ഒരു സ്ഥലത്ത് പാർക്ക് ചെയ്യാൻ എല്ലാവരും ഒന്ന് ശ്രദ്ധിക്കണം. ഒരുപാട് പരാതികൾ വരുന്നുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ എല്ലാം ഏറ്റവും നല്ലവരായി സ്വാലിഹീങ്ങളായി ജീവിച്ച് മരിക്കാനുള്ള തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അല്ലാഹു നമ്മുടെ പാപങ്ങളെല്ലാം പുറത്ത് മാപ്പ് നൽകുമാറാകട്ടെ. രോഗികൾക്കെല്ലാം അല്ലാഹു ശിഫ പ്രദാനം ചെയ്യുമാറാകട്ടെ. ദുആ കൊണ്ട് വസിയത്ത് പറഞ്ഞവർക്ക് അവരുടെ പ്രാർത്ഥനകൾ അല്ലാഹു സ്വീകരിക്കുമാറാകട്ടെ. അല്ലാഹു നമ്മുടെ എല്ലാവരുടെയും സാമ്പത്തിക മേഖലയിൽ, ജീവിത മേഖലയിൽ ഖൈറും ബറക്കത്തും പ്രദാനം ചെയ്യുമാറാകട്ടെ. അല്ലാഹുവിൻ്റെ കൽപ്പനകൾക്ക് ധിക്കാരം പ്രവർത്തിക്കുന്നവരിൽ നിന്ന് നമ്മെ എല്ലാം അല്ലാഹു കാത്ത് രക്ഷിക്കുമാറാകട്ടെ. നമ്മുടെ മക്കളെയെല്ലാം സ്വാലിഹീങ്ങളായ മക്കളാക്കി, വിദ്യാർത്ഥികളാക്കി അല്ലാഹു മാറ്റിത്തരുമാറാകട്ടെ. അല്ലാഹുവേ, ഞങ്ങളുടെ കുടുംബജീവിതത്തിൽ സന്തോഷവും സമാധാനവും നൽകണമേ റഹ്മാനെ. അപകടങ്ങളിൽ നിന്ന്, ദുരന്തങ്ങളിൽ നിന്ന് ഞങ്ങൾക്ക് നീ കാവൽ നൽകണമേ റഹ്മാനെ. അല്ലാഹുവേ, വൃദ്ധരായ ഒരുപാട് ആളുകൾ സദസ്സിലുണ്ട്, പുറത്തുണ്ട്. അവർക്ക് നല്ല ആഫിയത്തുള്ള സന്തോഷകരമായ ജീവിതം നീ പ്രദാനം ചെയ്യണമേ. നമ്മുടെ മാതാപിതാക്കളോട് കരുണ കാണിക്കണമേ. അല്ലാഹുമ്മ ഗഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് അൽഹയാഇ മിൻഹും വൽ അംവാത്ത്. അല്ലാഹുമ്മ അഇസ്സൽ ഇസ്ലാമ വൽ മുസ്ലിമീൻ വഅദില്ല ശിർക വൽ മുശ്രികീൻ. അല്ലാഹുമ്മ ദമ്മിർ അഅദാഅക വഅഅദാഅ الدين من اليهود والنصارى. اللهم ربنا توفنا مسلمين وألحقنا بالصالحين. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. وصلى الله على نبينا محمد والحمد لله رب العالمين.